ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. ഇത് നമ്മുടെ റാമിൻ്റെ ബർത്ത്ഡേ ആണ്, അല്ലാതെ നമ്മുടെ വീടിൻ്റെ ഒന്നാം പിറന്നാളാണ്. രണ്ടും കൂടെ ഇരട്ടി മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള ഒരുക്കങ്ങളിലേക്കാണ്. ആദ്യം ചിക്കനൊക്കെ മസാല വെച്ച് തലേന്ന് തന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് നായക്കൂറക്കറി ആയിട്ടുണ്ട്. പൂ കിട്ടിയോ? ഓരോ പണികൾ ഇങ്ങനെ തീർത്തോ. എന്താ വില മുളത്തിന്? കണ്ണനോട് ഞാൻ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പറഞ്ഞു. 50 രൂപ. നല്ല വീടിന്റെ ഡോറിന്റെ അവിടെയും സൂപ്പർ ഡയലോഗാണിത്. മോനെ മൂളത്തിന് എന്താ വില എന്ന് ചോദിച്ചപ്പോൾ 50 രൂപ. അമ്മ മണമില്ല, പക്ഷേ മണം ഉള്ളതുണ്ട്, മണമില്ല ഗുണമില്ല എന്നാണ് പറഞ്ഞത്. എനിക്കിഷ്ടപ്പെട്ട ആ ഡയലോഗ്. അപ്പോൾ ഇതാ ഞാൻ കണ്ണനോട് അതൊക്കെ പറഞ്ഞ് ചിരിച്ചതാ. ഉണ്ണിക്കണ്ണന് ഞാനിതാ മാല ഇട്ട് കൊടുക്കാൻ. കാര്യം ഉണ്ണിക്കണ്ണന് നമ്മളോടൊപ്പം, നമ്മളെ വീട്ടിലെ ഈ ഉണ്ണിക്കണ്ണന് ഇന്നൊന്നാം പിറന്നാളാണ്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണ്ടേ. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ നമ്മളെ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളും നമുക്ക് സമാധാനമൊക്കെ തരുന്നത്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഡോറിൻ്റെ അടുത്ത് ഒരു കുഞ്ഞു മുല്ലപ്പൂ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് എത്തി. ദർശമോൻ ഇതൊരു വാച്ച് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ദർശമോൻ്റെ അമ്മച്ചനും അമ്മമ്മയും ഗിഫ്റ്റ് കൊടുത്ത വാച്ചാണത്. മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. അവർ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ റാമിന് വലിയ സന്തോഷമായി. കാര്യം എന്താ വെച്ചാൽ ആൾക്ക് വാച്ച് ഉണ്ടായിരുന്നു, ഒരു വാച്ച്. അപ്പോൾ ആ വാച്ച് ഞാൻ വെച്ച സ്ഥലം ഞാൻ തന്നെ മറന്നു. പുതിയ വീട്ടിൽ എവിടെയോ വെച്ചതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീടല്ലേ, അപ്പോൾ എവിടെയാണെന്നുള്ള ഒരു ഇതില്ല. കുറേ നാളെ അത് മിസ്സായിട്ട്. അപ്പം വാച്ച് വേണമെന്ന് അപ്പോൾ കണ്ണൻ പറഞ്ഞു, അമ്മ റാമിനോട് പറയണ്ട, ഞാനൊരു വാച്ച് റാമിന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. അപ്പോൾ ഒരു പൂ ചോദിച്ച് ഒരു പൂക്കാലം കിട്ടിയെന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതിയായി. റാമിന് ഒരു വാച്ച് ആഗ്രഹിച്ചിട്ട് ബയ്യയും കൊടുത്തൊരു വാച്ച്. പക്ഷെ കൊടുക്കുന്ന ആൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇപ്പോൾ 2 വാച്ച് കിട്ടി. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തില്ല. രണ്ടും നല്ല അടിപൊളി വാച്ചാണ്. അപ്പോൾ അത് ആൾ വാച്ചിൻ്റെ ഭംഗിയൊക്കെ നോക്കുക. അന്നേരം മനസ്സിലിങ്ങനെ പറയുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വാച്ച് കിട്ടണം. പക്ഷേ 2 വാച്ച് എനിക്ക് ഈ ബർത്ത്ഡേക്ക് കിട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതാ കുട്ടപ്പനായിട്ടതാണ് നിൽക്കുന്നത്. ബയ്യയും മോനും വലിയ ഹാപ്പിയാണ്. കൊടുത്ത ബയ്യക്കും ഹാപ്പി, കിട്ടിയ മോനും ഹാപ്പി. അതുകൊണ്ട് നമ്മൾ അതിലേറെ ഹാപ്പി. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണത്. മുല്ലൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. ആശേച്ചി അനിയേട്ടനൊക്കെ എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത് അവരും കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് ബർത്ത്ഡേ, റാമിൻ്റെ ബർത്ത്ഡേ, യശസ്വിയുടെ ബർത്ത്ഡേ ഒക്കെ കളറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ണൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഈ തവണ ഗസ്റ്റായിട്ട്, വൈഷ്ണവ്, കണ്ണൂരുള്ള മോനാണ്. അപ്പോൾ അതാ ആ മോനും വന്നിട്ടുണ്ട് ഈ ബർത്ത്ഡേക്ക്. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ നല്ല സന്തോഷത്തിലും കാര്യം ഞങ്ങൾ ഈ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഉണ്ടല്ലോ. മക്കളുണ്ടാകുമ്പോൾ മക്കൾക്കല്ലേ ഇതിനൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ ആ മക്കളെ സന്തോഷം കാണുന്നതാണ് നമുക്കും സന്തോഷം. അപ്പോൾ എല്ലാവരും കൂടാകുമ്പോൾ അത് വേറെ തന്നെയല്ലേ ഒരു സന്തോഷം. അപ്പോൾ അത് കേക്ക് കട്ട് ചെയ്യാണ്. മണിയമ്മത നല്ല സൂപ്പറായിട്ട് കൈ കൊട്ടുന്നുണ്ട്. നമുക്ക് പണ്ടേ ഒപ്പനോട് വലിയ താല്പര്യം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ആരെ ബർത്ത്ഡേ ആയാലും അമ്മ നല്ല അസലായിട്ട് കൈ കൊട്ടും. അമ്മേൻ്റെ കൈയാണ് ആ കാണുന്നത്. അപ്പോൾ അത് 2 കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഒന്ന് റാമിൻ്റെ, അമ്മ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തല പറയുന്നുണ്ട്. അമ്മ എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2 കേക്കാണ്. ഒന്ന് നമ്മളെ വീടിൻ്റെ കേക്കും, ഒന്ന് റാമിൻ്റെ കേക്കും. അപ്പോൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആർക്കൊക്കെയാണ് കൊടുക്കുന്നവർക്ക് തന്നെ അറിയുന്നില്ല. കണ്ടോ, ഏതൊക്കെയോ കൈകളിൽ നിന്ന് കേക്ക് വരുന്നു. എല്ലാ കൈയും റാമിൻ്റെ വായയിലേക്ക് തന്നെയാണ് പോകുന്നത്. കണ്ടോ, റാമും ആർക്കൊക്കെയോ കൊടുക്കുന്നുണ്ട്. കണ്ടോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് കേക്ക്. അപ്പോൾ അത് നല്ല രസമുള്ളൊരു സംഭവം തന്നെയാണത്. കണ്ടോ, അപ്പോൾ എല്ലാവരും അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ നല്ല സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങളിലാണ് എല്ലാവരും തന്നെ ഒരുപാട് സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൂടലിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്കോ മക്കളെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ലൊരു സമയത്ത് ഹൗസ് വാമിങ് വരികയെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അത് ഓർത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിലും നമ്മൾ ഓർക്കും, പക്ഷെ അങ്ങനെയല്ല, അത് നമുക്കൊരു ഇരട്ടി മധുരം തരുന്നു. അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ. അപ്പം വന്നത് റാമിൻ്റെ ബർത്ത്ഡേക്കാണ്, വീട്ടിൽ കൂടലിൻ്റെ പാലയാച്ചലിൻ്റെ ദിവസം വന്നിട്ടുള്ളത്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ്, കണ്ണൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ്, വാവൻ്റെയും ശ്യാമേട്ടൻ്റെയും ബർത്ത്ഡേയും കഴിഞ്ഞ്. അപ്പോൾ ഡിസംബറിലാണ് റാമിൻ്റെ വരുന്നത്. അന്നാണ് വന്നത്. പക്ഷേ ഈ ഡിസംബർ 14 വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം ഈ വീടിൻ്റെ കട്ടള വെപ്പുണ്ടല്ലോ, ആ കട്ടള വെച്ചതും ഡിസംബർ 14 തന്നെയാണ്. അങ്ങനെ ആ ഡിസംബർ 14 എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, 3 സംഭവങ്ങൾ കൂടി ഉള്ളതൊരു ദിവസമാണ് ആ ഡിസംബർ 14. അപ്പോൾ ഇതാ വൈഷ്ണവ് ഇതാ ഒരു നല്ല പെന്ന്, അടിപൊളി പെന്നൊക്കെയാണ് വൈഷ്ണവ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് കണ്ണൻ്റെ ഫ്രണ്ട്.
വൈഷ്ണവ്. എന്തായാലും റാമ് വളരെ ഹാപ്പിയാണ്. കാര്യം റാമിൻ്റെ ബർത്ത്ഡേ ഒരുപാട് കളറാവണമെന്നും ഒരുപാട് ആളുകൾ വരണം എന്നൊക്കെ. റാമിന് എന്താ പറയുക, എന്നെപ്പോലെ അങ്ങനെ ആളുകൾ കൂടണം എന്നുള്ളൊരു പ്രത്യേക ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ട്, പക്ഷെ അവന് വല്ലാത്തൊരു ഇഷ്ടമാണ് ഒരുപാട് ആളുകൾ വരണം എന്നുള്ള. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ അപ്രതീക്ഷിതമായിട്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഗിഫ്റ്റും അവന് കിട്ടിയിട്ടുണ്ട്. അതാ പറയുന്ന ഒരു കാര്യം നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കും എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഇതേപോലെ ഒരുപാട് ആൾ നമ്മളെ വീട്ടിൽ ഹൗസ് വാമിങ്ങിന് വന്നല്ലോ. അപ്പോൾ പറഞ്ഞു, ഈ പുതിയ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് ആളുകൾ വന്നല്ലോ. അപ്പോൾ ശ്രീദേവ് ഇത് അടുത്ത ഗിഫ്റ്റ് ഡ്രസ്സാണ്. ആ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വേദുക്കുട്ടനും ശ്രീദേവും പിന്നെ ദേവമോളും ദേവർഷും കൂടെ ഉണ്ട്. അപ്പോൾ അത് അടുത്തത് അമ്മമ്മയും ദീപേൻ്റെയും കൂടെ. അത് മോൻ കണ്ടോ, കേക്ക് കവളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തത് ദർശുമോൻ്റെ പണിയാണത്. പക്ഷേ കുട്ടികൾക്ക് അറിയില്ലല്ലോ, ഒരുപാട് വീഡിയോയിലും റീൽസിലും ഒക്കെ ഇങ്ങനെ കാണും. നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ അടുത്തത് ആ ക്രീം എടുത്ത് ഈ കവിളിലും മുഖത്തും മേലും ഒക്കെ ആക്കുന്ന ഒരിത്. പക്ഷേ മക്കൾക്ക് അറിയില്ല അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഫുഡല്ല അത്, ഫുഡിന് നമ്മളെപ്പോഴും റെസ്പെക്റ്റോടു കൂടി കാണണമല്ലോ. പക്ഷേ മക്കളിങ്ങനെ വീഡിയോയിലും ഇതിലൊക്കെ കണ്ടാണ് മോൻ്റെ കവിളിൽ തേച്ച് കൊടുക്കും. പക്ഷേ ഞങ്ങൾ ഇവിടെ ഒരിക്കലും അത് അനുവദിക്കാറില്ല. മക്കളോട് എപ്പോഴും പറയും, മക്കളെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനൊരു ദിവസം ഫസ്റ്റ് ഇതേപോലെ ഒരു ദിവസം ശ്യാമേട്ടൻ്റെ കവിളിൽ ഞാനിങ്ങനെ തേച്ചപ്പോൾ ശ്യാമേട്ടനോട് അത് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അന്നാണ് ഞാനും അതിനെപ്പറ്റി ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ഇതെല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്ത് നല്ല ഫ്രെയിമാണ് ഇത് വന്നിട്ടുള്ളത്. ലാസ്റ്റാണ് ദീപികൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുള്ളവർ. വേറൊരു സ്ഥലത്ത് പോയി വരുന്ന വഴിയാണ്, രാത്രിയാണ് വന്നത്. ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. നല്ല പായസവും ചോറും അയക്കുറക്കറിയും പച്ചക്കറി ഉപ്പേരി അങ്ങനെ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും എല്ലാം കൂട്ടി എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഇതേപോലെ വേറെ തന്നെ ഒരു വൈഷ്ണവിന് സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പോൾ അവനും ഇവിടെ വന്നപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. ഇവിടെ മക്കളും എല്ലാവരും ആശേച്ചി അനിയേട്ടനും വന്ന് എല്ലാവരും കൂടെ ഒരു ക്ലിക്ക് എടുത്ത്. അപ്പോൾ ഓക്കെ, ബായ്.